ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വരുണിന്റെ വാക്കുകളെല്ലാം കേട്ടതിന് ശേഷം പാവം യാമിനി വരുണിനോട് പറഞ്ഞു, മോനെ, എല്ലാം മോൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. എങ്കിലും ഇനിയെങ്കിലും മോൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പല ജീവിതങ്ങൾ ഇവിടെ തകരും. രണ്ടു കുടുംബത്തിലും പല ജീവിതങ്ങൾ ഇവിടെ ഇല്ലാതാകും എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടതും ആ നിമിഷം തന്നെ യശോദയോട് വരുൺ പറഞ്ഞു, അമ്മേ, ഈ സത്യം ഉൾക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ തകർന്നു പോകുന്നത്, ഇല്ലാതാവുന്നത് പലരുടെയും ജീവിതം പൊഴിയുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇല്ലാതാകുന്നത് എന്റെയും ഈ രാധികയുടെയും ജീവിതമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ടതോടെ അവിടെ നിന്ന് സുകുമാരി ചോദിച്ചു, കണ്ടില്ലേ, ഇതിനെല്ലാം കാരണക്കാരി ഇവളാണ്, ഇവൾ ഒറ്റയൊരുത്തി. കണ്ടില്ലേ യശോദേ, നീ ജീവനെ പോലെ എവിടെ നിന്നോ കൊണ്ടുവന്ന് എടുത്തു വളർത്തിയ ഇവള് ഈ കുടുംബം തകർക്കുന്നത് എന്ന് കണ്ടപ്പോ നമ്മുടെ മകളുടെ ജീവിതം, പ്രിയങ്കമുള്ള ജീവിതം ഇല്ലാതാക്കാൻ നോക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചതും ഇത് കേട്ട് നിന്ന വരുൺ പറഞ്ഞു, അവിടെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റുപറ്റിയത്. ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി അത് ദേവനാരായണൻ തിരുമേനിയുടെ മകളാണ് എന്ന് മാത്രമായിരുന്നു. പക്ഷേ ഞങ്ങൾ തമ്മിൽ നിങ്ങൾ കരുതുന്നതിന് മുൻപ്, എത്രയോ നാളുകൾക്ക് മുൻപ് പരസ്പരം സ്നേഹിച്ചു തുടങ്ങിയവരാണ്, പരസ്പരം ഇഷ്ടത്തിലായവരാണ് ഞങ്ങൾ. ഞാൻ ദേവനാരായണൻ തിരുമേനിയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞുവെങ്കിൽ അത് ഞാൻ ഇഷ്ടപ്പെട്ടതും ഞാൻ സ്നേഹിച്ചതും രാധികയായിരുന്നു. രാധികയാണ് ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും. അതുകൊണ്ട് തന്നെ രാധികയെ മാത്രമാണ് ഞാൻ ഭാര്യയായി കണ്ടതും. പിന്നെ നിങ്ങളോട് രണ്ടുപേരോടും കൂടി പറയാൻ ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും കരുതുന്ന പോലെ പ്രിയങ്ക എൻ്റെ ഭാര്യയായി ജീവിച്ചിട്ടൊന്നുമില്ല. ഞാൻ അയാളുടെ ദേഹത്ത് തൊട്ടിട്ട് പോലുമില്ല എന്ന് വരുൺ പറഞ്ഞതും, എന്തിനാ ദേഹം എന്ന് പറയണം, ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ മനസ്സുകളിൽ പോലും തൊട്ടിട്ടില്ല എന്ന് വരുൺ മുത്തശ്ശിയോടും യശോദയോടും അറിയിച്ചു. ഇനി ഇതിന് ഒറ്റയൊരു തീരുമാനം മാത്രമേ ഉള്ളൂ. എനിക്ക് രാധിക മാത്രമാണ് എൻ്റെ ഭാര്യയായിട്ടുണ്ടാവുക. എൻ്റെ മരണം വരെ ഒരു പെണ്ണ് മാത്രമേ എൻ്റെ മനസ്സിലും ജീവിതത്തിലും ഉണ്ടാവൂ. അത് ഇയാൾ മാത്രമാണ്, രാധിക എന്ന് വരുൺ രാധികയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ദേഷ്യത്തോടെ രാധികയെ നോക്കുകയാണ് മുത്തശ്ശി. ഉടനെ വരുൺ പറഞ്ഞു, ഞാനിപ്പോ ഇവിടേക്ക് വന്നത് രാധികയോടൊപ്പം ജീവിക്കാനുള്ള തീരുമാനത്തിൽ, രാധികയോടൊപ്പം എനിക്ക് ജീവിക്കണമെന്നും ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നുവെന്നും ആ തീരുമാനം പറയാനും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുമാണ് ഞാനിപ്പോ ഇവിടേക്ക് വന്നത്. മുത്തശ്ശി, ഇനിയുള്ള അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം രാധികയോടൊപ്പമാണ് എന്നുകൂടി നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ വന്നതെന്ന് വരുൺ പറയുമ്പോൾ ഇത് കേട്ട മുത്തശ്ശി കലിയോടെ രാധികയെ നോക്കി. ഉടനെ രാധിക യശോദയുടെ അരികിലേക്ക് ചെന്നിട്ട് യശോദയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ക്ഷമിക്കണം. എല്ലാ സത്യങ്ങളും മറച്ചു പിടിക്കണമെന്ന് ഞാൻ കരുതിയതാണ്. ആരോടും സത്യങ്ങളൊന്നും പറയണ്ടെന്ന് ഞാൻ കരുതിയതാണ്. പക്ഷേ എന്നോട് ക്ഷമിക്കണം അമ്മേ. നമ്മുടെ ഈ രഹസ്യങ്ങൾ അത് പുറത്തായി പോയി എന്ന് പറഞ്ഞ് രാധിക ക്ഷമ ചോദിച്ച് വേഗം അകത്തേക്ക് കയറിപ്പോയി. ഈ സമയം വരുൺ യശോദയോടും മുത്തശ്ശിയോടുമായിട്ട് പറഞ്ഞു, അമ്മയ്ക്കോ മുത്തശ്ശിക്കോ ആർക്ക് വേണമെങ്കിലും അച്ഛനെ വിളിച്ചു വരുത്താം. പക്ഷേ ഒരേ ഒരു കാര്യം, അച്ഛനെ വിളിച്ചു വരുത്തിയതിന് ശേഷം ഒറ്റയൊരു തീരുമാനം മാത്രമേ ഉള്ളൂ. ആ തീരുമാനം ഞാൻ രാധികയ്ക്കൊപ്പം ജീവിക്കുന്നു എന്ന് തന്നെയാണ്. രാധിക എൻ്റെ ഭാര്യയായി തീരുന്നു എന്ന് മാത്രം. അതല്ലാതെ മറ്റൊരു തീരുമാനം ഈ വരുണിന്റെ ജീവിതത്തിലില്ല. അത് പറയാനാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. ആ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണെന്ന് വരുൺ അറിയിച്ചതും യശോദയും മുത്തശ്ശിയും ആകെ വിഷമത്തോടെ പരസ്പരം നോക്കി. കലിതുള്ളി മുത്തശ്ശി അങ്ങനെ നിൽക്കുമ്പോൾ പ്രിയങ്ക വിവരങ്ങൾ അറിഞ്ഞ് കണിമംഗലത്ത് നിന്ന് നേരെ ആറ്റുവാശ്ശേരിയിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഓട്ടോയിൽ വെച്ച് പ്രിയങ്കയുടെ ഫോണിലേക്ക് സാമുവൽ വിളിക്കുന്നത്. കോള് കണ്ട് ഹലോ എന്ന് വളരെ ദേഷ്യത്തോടെ പ്രിയങ്ക അറ്റൻഡ് ചെയ്തതും സാമുവൽ പറഞ്ഞു, അതെ, ഒരു കോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു പുതിയൊരു തമിഴ് ചിത്രമാണ്. അതിനകത്ത് പുതുമുഖങ്ങളെയാണ് ആ പുതിയ ഡയറക്ടർ സെലക്ട് ചെയ്യുന്നത്. വരുവാണെങ്കിൽ ചിലപ്പോൾ ശ്രമിച്ചാൽ അതിൻ്റെ ഹീറോയിൻ തന്നെയായി മാറാൻ കഴിയും. ഒരു മലയാള സംവിധായകനാണ് അതിൻ്റെ ഡയറക്ടർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പ്രിയങ്ക വരുവാണെങ്കിൽ നമുക്ക് ഉടൻ തന്നെ അതിൻ്റെ കാസ്റ്റിങ്ങിന് വേണ്ടി അവർ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ നായിക സ്ഥാനം പ്രിയങ്കയ്ക്ക് ചിലപ്പോൾ നേടിയെടുക്കാൻ കഴിഞ്ഞേക്കും എന്ന് പറഞ്ഞതും ഉടനെ പ്രിയങ്ക പറഞ്ഞു, സാമുവൽ, ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം, ഇപ്പോൾ ഞാൻ അല്പം തിരക്കിലാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉടനെ സാമുവൽ പറഞ്ഞു, വെറുതെ സമയം കളയാനില്ല, ഞാനിപ്പോൾ ഇവിടെ പൂജപ്പുരയിലുണ്ട്, മറ്റൊരു സൈറ്റിലാണ്.
എന്തായാലും ഈ സെറ്റിലേക്ക് പ്രിയങ്ക വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു, സാമുവൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അല്പം തിരക്കിലാണ്, ഇപ്പോ വരാൻ കഴിയില്ല, അതിനുശേഷം ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞതും സാമുവൽ ചോദിച്ചു, എന്താ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചതും പ്രിയങ്ക പറഞ്ഞു, അതെ, എനിക്ക് ഒരു ഫാമിലി പ്രോബ്ലം, അതൊന്ന് റെഡി അക്കാര്യത്തിലൊന്ന് തീരുമാനമാക്കിയിട്ട് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് പ്രിയങ്ക. അതിനുശേഷം പ്രിയങ്ക നേരെ ആറ്റുവാശ്ശേരിയിലേക്ക് എത്തി. ഓട്ടോയിൽ നിന്നിറങ്ങിയ പ്രിയങ്ക മുറ്റത്ത് വരന്റെ കാറ് കിടക്കുന്നത് കണ്ടു. കലിയോടെ അകത്തേക്ക് പ്രിയങ്ക കയറി വന്നതും ഈ സമയം പൂജാമുറിയിൽ ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് രാധിക. ഭഗവാനെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ വീട്ടിലുള്ളവരെ കരയിക്കണോ? എൻ്റെ പ്രിയപ്പെട്ടവരെ കരയിക്കണോ? അതോ വരുണിനെ കരയിക്കണോ? എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് സങ്കടത്തോടെ അങ്ങനെ വിഷമിച്ച് ഭഗവാനോട് തന്റെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രിയങ്ക അകത്തേക്ക് കലിതുള്ളി കയറി വന്നു. യശോദയുടെയും മുത്തശ്ശിയുടെയും മുന്നിലേക്ക് എത്തിയ പ്രിയങ്ക ദേഷ്യത്തോട് ചോദിച്ചു, ചേച്ചി എവിടെ? ചേച്ചി എവിടെ അമ്മേ? മുത്തശ്ശി, ചേച്ചി എവിടെ എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരുടെയും നോട്ടം മറ്റെവിടേക്കോ പോകുന്നു എന്ന് കണ്ടതോടെ വരുൺ അവിടെ ചെയറിലിരിക്കുന്നത് പ്രിയങ്ക കണ്ടു. ഉടനെ പ്രിയങ്ക കലിയുടെ വരുണിന്റെ അരികിലേക്ക് ചെന്നു. വരുൺ, ചേച്ചി എവിടെന്നാ ചോദിച്ചത് എന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു, ഞാൻ രാധികയെ എൻ്റെ ഭാര്യയായി കൂടെ കൊണ്ടുപോകാനാണ് വന്നത് എന്ന് വരുൺ പറഞ്ഞു. ഇത് കേട്ടതും രാധിക ചോദിച്ചു, ഭാര്യയായിട്ടോ? അപ്പൊ ഞാനോ എന്ന് ചോദിച്ചതും വരുൺ ഉടൻ തന്നെ പ്രിയങ്കയെ നോക്കുന്നു. വരുൺ പറഞ്ഞു, ഞാനും പ്രിയങ്കയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്ക് കൃത്യമായി തന്നെ അറിയാം. നമ്മൾ തമ്മിലുള്ള ബന്ധം, ഞാനും രാധികയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും തനിക്കറിയാം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇങ്ങനൊരു ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് വേണം പ്രിയങ്ക മനസ്സിലാക്കാൻ എന്ന് വരുൺ പ്രിയങ്കയോട് പറയുമ്പോൾ മുത്തശ്ശിയും യശോദയും തല കുമ്പിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ വരുൺ പറഞ്ഞു, ഈ ചോദ്യം താൻ ചോദിക്കേണ്ടതാണോ എന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കുന്ന വരുൺ പറയുമ്പോൾ മറ്റൊന്നും പറയാനില്ലാതെ പ്രിയങ്ക വേഗം രാധിക എവിടെയെന്ന് അന്വേഷിച്ചു. രാധിക അകത്തുണ്ട് എന്ന് വരുൺ പറഞ്ഞത് കേട്ട് രാധിക വേഗം രാധികയ്ക്കരികിലേക്ക് ഓടുകയാണ് പ്രിയങ്ക. രാധിക ഈ സമയം ഭഗവാന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് അകത്തേക്ക് കയറി വന്ന പ്രിയങ്ക എഴുന്നേൽക്കടി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. രാധിക ആകെ വിഷമത്തോടെ നോക്കുമ്പോൾ രാധികയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവിടുത്തെ പൂജാമുറിയിലുള്ള അവിടുത്തെ ദൈവങ്ങൾക്കരികിലേക്ക് രാധികയെ തള്ളിയിട്ടു. നിനക്കെന്റെ ജീവിതം ഇല്ലാതാക്കണം അല്ലേ എന്ന് ചോദിച്ച് പ്രിയങ്ക രാധികയെ പിടിച്ചു വലിക്കുകയും രാധികയുടെ മുടിക്കുത്തിനെ പിടിച്ചു വലിച്ചുകൊണ്ട് ആ പൂജാമുറിയിൽ നിന്ന് രാധികയെ പുറത്തേക്ക് കൊണ്ടുപോകണം. പുറത്ത് ആ മുറിയിലേക്ക് എത്തിയതും രാധികയെ അവിടേക്ക് തള്ളിയിട്ടിട്ട് പ്രിയങ്ക ദേഷ്യപ്പെടുന്നു. രാധിക അപ്പോഴേക്കും മോളെ എന്ന് വിളിച്ചതും എൻ്റെ ജീവിതം ഇല്ലാതാക്കണം നിനക്കല്ലേടി എന്ന് ചോദിച്ചതും മോളെ ഞാൻ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ രാധികയെ അതൊന്നും പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ പ്രിയങ്ക രാധികയുടെ കർണത്തടിക്കുന്നു. രാധിക അപ്പോഴേക്കും മോളെ മോളെ ഞാൻ പറയുന്നത് കേൾക്കുന്ന രാധിക പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാൻ നിൽക്കാതെ രാധികയെ വീണ്ടും വീണ്ടും പ്രിയങ്ക തല്ലുകയാണ്. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് എത്തുന്ന യശോദ പ്രിയങ്കയെ തള്ളി മാറ്റുന്നു. മാറി ഇക്കങ്ങോട്ടെന്ന് പറയുമ്പോൾ പ്രിയങ്ക വീണ്ടും യശോദയെ പിടിച്ചു മാറ്റുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ട് വരുൺ അകത്തേക്ക് കയറി വന്നു. പ്രിയങ്ക വീണ്ടും രാധികയെ ഉപദ്രവിക്കുന്നത് കണ്ട് പ്രിയങ്കയെ പിടിച്ചു മാറ്റി വരുൺ പ്രിയങ്കയുടെ കർണത്തടിക്കുന്നു. അതിനുശേഷം പ്രിയങ്കയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. വരുൺ വിട എന്ന് പറഞ്ഞ് പ്രിയങ്ക പറയുമ്പോൾ വരുണിന്റെ കലി കാരണം വരുൺ പ്രിയങ്കയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. എന്നിട്ട് ആ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. പ്രിയങ്ക നിലത്ത് കിടന്ന സങ്കടത്തോടെ കരയുമ്പോൾ വരുൺ ദേഷ്യത്തോടെ യശോദയും രാധികയെ നോക്കുന്നു. എന്നെ ഉപേക്ഷിച്ചിട്ട് നിനക്ക് ഇവളുടെ കൂടെ ജീവിക്കണം അല്ലേ എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് പറയുന്നതും പ്രവർത്തിക്കുന്നതും, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി. അതുകൊണ്ട് ഒരക്ഷരം നീ മിണ്ടിപ്പോകരുത് എന്ന് വരുൺ രാധികയ്ക്ക് വേണ്ടി പ്രിയങ്കയോട് പറയുന്നു. അങ്ങനെയുള്ളപ്പോ ഒന്നും പറയാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ സംസാരിക്കുമ്പോൾ അതിനോട് എതിർത്ത് പറയാനോ അതിനെ ചോദ്യം ചെയ്യാനോ നിനക്ക് യാതൊരു അവകാശവുമില്ല എന്ന് പ്രിയങ്കയോട് വരുൺ ദേഷ്യത്തോടെ പറയുമ്പോൾ ശബ്ദം കേട്ട് സുകുമാരി അകത്തേക്ക് ഓടിയെത്തി. അപ്പോൾ നിലത്ത് കിടക്കുന്ന പ്രിയങ്കയെ കണ്ട് സുകുമാരി വേഗം പ്രിയങ്കയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഉടനെ ദേഷ്യത്തോടെ സുകുമാരി വരുണിനോട് പറഞ്ഞു, വരുൺ ഇവിടെ നിന്ന് പുറത്തു പോ എന്ന് പറഞ്ഞതും ഉടനെ വരുൺ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ രാധികയും കൊണ്ടായിരിക്കും എന്ന് വരുൺ അറിയിച്ചു. നിങ്ങള് കുശുമ്പും കുന്നായ്മയും കൊണ്ട് അഹങ്കാരവും കുത്തി നിറച്ച് ഈ നിൽക്കുന്ന നിങ്ങളുടെ പേരക്കുട്ടി ഉണ്ടല്ലോ, എന്റെ കൂടെ എന്നല്ല ഒരു പുരുഷന്റെയും കൂടെ ജീവിക്കാൻ പോകുന്നില്ല എന്ന് വരുൺ ദേഷ്യത്തോടെ മുത്തശ്ശിയോട് പറഞ്ഞു. അതിനുശേഷം യശോദയെ നോക്കി വരുൺ പറഞ്ഞു,
അമ്മേ, നിങ്ങൾ എല്ലാവരും കൂടി എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോ. പക്ഷേ ഒരു കാര്യം, രാധികയെ ഇനി ആരും ഉപദ്രവിക്കാൻ പാടില്ല. അത് പറഞ്ഞ് യശോദയ്ക്ക് അരികിൽ നിന്ന് വരുൺ പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. ആ റൂമിൽ നിന്ന് വരുൺ പുറത്തേക്ക് പോയതും ഉടനെ പ്രിയങ്ക ദേഷ്യത്തോടെ രാധികയോട് ചോദിച്ചു, ഇപ്പോ നിനക്ക് മതിയായല്ലോ അല്ലെ? അമ്മേ, അമ്മയുടെ പ്രിയപ്പെട്ട മകൾ ചെയ്ത സൽപ്രവൃത്തി കണ്ടില്ലേ? ഈ ലോകത്തെ നന്മയുടെ പ്രതീകം, നല്ലവൾ എന്നൊക്കെയല്ലേ അമ്മ പറഞ്ഞിരുന്നത്. എന്നിട്ട് അവൾ കാണിച്ചത് കണ്ടില്ലേ എന്ന് രാധികയെ കുറിച്ച് കുറ്റപ്പെടുത്തി പ്രിയങ്ക ചോദിച്ചു. ഇത് കേട്ടതും രാധിക പറഞ്ഞു, മോളെ എന്ന് വിളിച്ചതും പ്രിയങ്ക പറഞ്ഞു, മിണ്ടിപ്പോകരുത്. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ക്ഷേത്രത്തിൽ വെച്ച് നീ പറയുന്നതെല്ലാം ഞാൻ കേട്ടോ. വരുണിനോട് സംസാരിക്കുന്നതെല്ലാം. നിനക്ക് വരുണിനെ ജീവന് തുല്യ ഇഷ്ടമാണല്ലേ എന്ന് വരുണിനെ കുറിച്ച് രാധിക പറഞ്ഞത് പ്രിയങ്ക ചോദിക്കുന്നത് കേട്ട് ഉടനെ രാധിക പറഞ്ഞു, പ്രിയേ, ഈ ഇഷ്ടം ഇന്ന് തുടങ്ങിയതല്ല. നീ വരുണിനെ കാണുന്നതിന് മുൻപ് ഞാൻ സ്നേഹിച്ചു തുടങ്ങിയതാണ് വരുണിനെ എന്ന് രാധിക പ്രിയങ്കയോട് പറഞ്ഞു. ഉടൻ തന്നെ അടുത്ത് നിന്ന് യശോദയെ നോക്കിയിട്ട് രാധിക പറഞ്ഞു, അമ്മേ, ശരിയാ, വരുൺ പറഞ്ഞതെല്ലാം ശരിയാ. ഞാൻ സ്നേഹിച്ചു പോയി. വരുൺ പറഞ്ഞതെല്ലാം തന്നെ സത്യമാണമ്മേ. ഞാൻ സ്നേഹിച്ചതാണ്. അത്രത്തോളം ഞാൻ വരുണിനെ സ്നേഹിച്ചു പോയതാണ്. ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചവരുമാണ്. അമ്മേ, ഞങ്ങളുടെ ഇഷ്ടം സത്യമായതുകൊണ്ട് തന്നെയല്ലേ ഇതെന്റെ കഴുത്തിൽ തന്നെ വീണത് എന്ന് ഭഗവാന്റെ തീരുമാനം അതായതുകൊണ്ടല്ലേ എന്ന് ചോദിച്ച് രാധിക തന്റെ കഴുത്തിൽ വീണ ആ താലി യശോദയെ എടുത്തു കാണിച്ചുകൊണ്ട് രാധിക ചോദിച്ചു. അത് കണ്ടതും പ്രിയങ്ക ഞെട്ടലോടെ നോക്കി നിൽക്കുമ്പോ മുത്തശ്ശി ഒന്നും മിണ്ടാതെ തല ഉഞ്ചു നിന്നു. രാധിക ആ താലിയിലേക്ക് നോക്കി സങ്കടത്തോടെ യശോദയോട് ചോദിച്ചതും യശോദ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ചു നിന്നു. അപ്പോഴേക്കും ആ താലി മുറുകെ പിടിച്ച് പൊട്ടിക്കരയുന്ന രാധികയെ കണ്ട് യശോദ ഉടനെ രാധികയുടെ കൈയിലേക്ക് കടന്നു പിടിച്ചു. അമ്മയുടെ തോളിൽ ചാരി പൊട്ടിക്കരയുന്ന രാധികയെ വേഗം യശോദ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ്. നീ വാ എന്ന് പറഞ്ഞ് രാധികയുമായി വേഗം യശോദ പുറത്തേക്ക് ഇറങ്ങി. എന്താണ് യശോദയുടെ തീരുമാനം എന്നറിയാതെ സുകുമാരിയും പ്രിയങ്കയും ആശങ്കയിലായി. പുറത്തു നിൽക്കുന്ന വരുണിന്റെ അരികിലേക്ക് യശോദ എത്തി. രാധികയെ വിളിച്ചുകൊണ്ട് യശോദ അവിടേക്ക് ഇറങ്ങി വന്നതും, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നമ്മുടെ കുടുംബത്ത് പലരുടെയും ജീവൻ ആപത്തും പലർക്കും പലതും സംഭവിച്ചേക്കാനും സാധ്യതയുണ്ട്. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിൽ സത്യമുള്ളത് കൊണ്ടും അത് സത്യസന്ധമായതുകൊണ്ടും മാത്രമാണ് എനിക്കിപ്പോ ഇങ്ങനെ തന്നെ തോന്നിയത് പോലും. അതുകൊണ്ട് ഞാൻ മറ്റൊന്നും പറയുന്നില്ല. ഞാൻ മനസ്സ് നിറഞ്ഞു തന്നെ ഞാൻ രാധിക മോളെ എന്ന് പറഞ്ഞ് വരുണിന്റെ അരികിലേക്ക് രാധികയെ ചേർത്ത് നിർത്തുകയാണ് യശോദ. വരുണിന്റെ കൈയിലേക്ക് യശോദ രാധികയുടെ കൈ ചേർത്ത് വെക്കാൻ തുടങ്ങുമ്പോൾ ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് എത്തുന്ന സുകുമാരിയും പ്രിയങ്കയും. ഉടനെ സുകുമാരി ദേഷ്യത്തോടെ യശോദെ എന്ന് ഉറക്കെ വിളിച്ചു. വരുണിന്റെ അരികിലേക്ക് രാധികയെ ചേർത്ത് അങ്ങനെ നിർത്തുമ്പോൾ വരുണിനെ തന്നെ നോക്കി രാധികയും വരുണും പരസ്പരം നോക്കി അങ്ങനെ നിൽക്കുന്ന നേരത്ത് പുറത്തേക്ക് ഇറങ്ങി വന്ന സുകുമാരി യശോദ എന്ന് ഉറക്കെ വിളിച്ചു. നീ ദേവനാരായണനെ കൊല്ലാനാണോ യശോദേ നിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു. ഇത് കേട്ടതും വരുണും രാധികയും ആകെ അതിശയപ്പെട്ടങ്ങനെ നിന്ന്. പ്രിയങ്കയുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ദേവനാരായണൻ ഉണ്ടാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് യശോദയോട് മുത്തശ്ശി ചോദിച്ചു. ആ ചോദ്യം കേട്ടതോടെ രാധികയുടെ മനസ്സ് വല്ലാതെ തകർന്നു. രാധിക വല്ലാതെ ഭയന്നു തുടങ്ങി. അച്ഛന്റെ ജീവനെ കുറിച്ച് ആ നിമിഷം ചിന്തിച്ചതും രാധികയുടെ മനസ്സ് വല്ലാതെ പിടഞ്ഞു. അപ്പോഴേക്കും സുകുമാരി ചോദിച്ചു, നിനക്ക് ഓർമ്മയില്ലേ യശോദേ, പ്രിയങ്കയെ കണിമംഗലത്തേക്ക് തിരിച്ചു കൂട്ടാതെ വന്നപ്പോ കണിമംഗലത്ത് നിന്ന് പ്രിയങ്ക പുറത്തായ നിമിഷത്തിൽ ദേവനാരായണൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് നീ മറന്നുപോയോ എന്ന് ചോദിച്ചു. യശോദ എന്ത് പറയണമെന്നറിയാതെ ആകെ ആശങ്കപ്പെട്ടങ്ങനെ നിൽക്കുമ്പോ, നീ ഇപ്പോ ചെയ്തിരിക്കുന്നത് ദേവന്റെ ജീവന്റെ വിലയാണ് നീ ഇപ്പോ ഈ വരുണിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ പോകുന്നത്. അവന്റെ ജീവനാണ് നീ ഇപ്പൊ വിലയിട്ടിരിക്കുന്നത് എന്ന് യശോദ പറഞ്ഞു. എല്ലാം കേട്ടതും രാധിക ആകെ ടെൻഷനങ്ങ് നിൽക്കുമ്പോ മുത്തശ്ശി പറഞ്ഞു, ചെല്ല്, നീ അവന്റെ കൂടെ സുഖമായി ജീവിക്ക്. പിന്നെ ദേവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അവൻ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പിന്നെ നിന്നെ ഈ വഴിക്ക് കണ്ടുപോകരുത്. ദേവനെ ഒരു വട്ടം പോലും കാണാൻ ഇവിടേക്ക് വന്നു പോകരുത്.
അവസാനമായിട്ടൊന്ന് കാണാൻ പോലും നീ ഈ വീടിന്റെ പടി ചവിട്ടി പോകരുത് എന്ന് സുകുമാരി രാധികയെ ഭീഷണിപ്പെടുത്തും വണ്ണം പറഞ്ഞു. ഇതെല്ലാം കേട്ടതോടെ രാധിക ആകെ ടെൻഷനിലായി. വരുൺ രാധികയുടെ മനസ്സറിയാവുന്നത് കൊണ്ട് സുകുമാരി കൃത്യമായി കരുക്കൾ നീക്കിയിരിക്കുന്നെന്ന് മനസ്സിലാക്കിയതോടെ വരുൺ രാധികയെ നോക്കി. ഇതൊക്കെ അവരുടെ ഭീഷണിപ്പെടുത്തലാണെന്നും രാധികയുടെ തീരുമാനത്തെ മാറ്റിമറിക്കാനാണ് അവരിങ്ങനെ പറഞ്ഞതെന്നും മനസ്സിലാക്കിയ വരുൺ രാധികയെ നോക്കുമ്പോൾ രാധികയുടെ മനസ്സിലേക്ക് എത്തിയത് ദേവനാരായണൻ രാധികയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ വാക്കുകളായിരുന്നു. ഇവളാണ് ദേവനാരായണൻ തിരുമേനിയുടെ അഭിമാനമുള്ള മകൾ എന്ന് പറഞ്ഞ്, ഇവളെയാണ് ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, ഇവള് കഴിഞ്ഞ് എനിക്ക് മറ്റെന്തു ഉള്ളൂ എന്ന് പറഞ്ഞ് ദേവനാരായണൻ രാധിക മോളെ ചേർത്ത് പിടിച്ചത്. അതിനുശേഷം വരുണിന്റെ കുടുംബത്ത് പൂജകൾ നടക്കുമ്പോൾ ആ പൂജയിൽ എല്ലാം കൃത്യമായി നടപ്പിലാക്കി, എല്ലാം കൃത്യമായി തന്നെ ചെയ്തിട്ട് അന്ന് ദേവനാരായണൻ തിരുമേനിയുടെ കുടുംബത്തിന്റെ യശസ് ഉയർത്തും വിധത്തിൽ അന്ന് കുടുംബക്ഷേത്രത്തിൽ ഒരു ദിവസം ഒരു രാത്രി മുഴുവൻ തനിച്ചിരുന്ന് അവിടുത്തെ പ്രസാദവുമായി എത്തിയ രാധികയുടെ കയ്യിൽ നിന്ന് അത് പ്രിയങ്കയെ ഏൽപ്പിച്ചതൊക്കെ അവരെല്ലാവരും അതിനെല്ലാം സാക്ഷിയായതും അന്ന് ദേവനാരായണൻ രാധികയെ ചേർത്ത് നിർത്തി പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ രാധിക ഓർമ്മിച്ചു. അങ്ങനെ രാധികയുടെ മനസ്സിൽ അക്കാര്യത്തിൽ ഒരു ചാഞ്ചാട്ടമുണ്ടായി. രാധിക അതോർത്ത് വേദനയോടെ വരുണിനെ നോക്കി. എന്നിട്ട് വരുണിനോട് പറഞ്ഞു, ഇല്ല, എൻ്റെ അച്ഛൻ്റെ തീരുമാനത്തെ എതിർത്ത് എനിക്കൊന്നും ചെയ്യാനാവില്ല. എൻ്റെ അച്ഛൻ്റെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്കാവില്ല വരുൺ. എനിക്ക് വരുണിന്റെ ഭാര്യയാവാനാവില്ല എന്ന് രാധിക സങ്കടത്തോടെ വരുണിനോട് പറയുന്നു. ഈ ജന്മത്ത് എനിക്ക് വരുണിന്റെ ഭാര്യയാകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് രാധിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരുണിന്റെ അരികിൽ നിന്ന് അകത്തേക്ക് ഓടിപ്പോകുന്നു. വരുണാകെ തകർന്നു നിന്ന് വിഷമത്തോടെ അവിടെ നിൽക്കുന്ന സുകുമാരിക്കരികിലേക്ക് നടന്നെടുത്തു. പ്രിയങ്കയും സുകുമാരിയും കൃത്യസമയത്ത് കരുക്കൾ നീക്കി അവർ വിജയിച്ച അഹങ്കാരത്തിൽ അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മുത്തശ്ശിയുടെ അരികിലേക്ക് എത്തി വരുൺ പറഞ്ഞു, നിങ്ങൾ ജയിച്ചു അല്ലേ? പക്ഷേ എൻ്റെ പെണ്ണ്, ഞാൻ സ്നേഹിച്ചവൾ, അവൾ എന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെന്ന് എനിക്കറിയാം. അവളുടെ മനസ്സിൽ എന്നോടുള്ള സ്നേഹം തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ അവളുമായി ഇവിടേക്ക് എത്തിയത്. അവളുടെ മനസ്സിൽ ഇപ്പോഴും അവൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവളെയും കൂട്ടി ഇവിടെ എത്തിയത്. ആ സ്നേഹം നിലനിൽക്കുന്നിടത്തോളം കാലം, ആ സ്നേഹമുള്ളിടത്തോളം കാലം ഈ വരുണിന്റെ ജീവിതത്തിൽ മറ്റൊരുവൾക്കും ഒരു സ്ഥാനവും ഉണ്ടാവില്ല. ഒരാളും ഈ വരുണിന്റെ ജീവിതത്തിലേക്ക് വരാനും പോകുന്നില്ല. എൻ്റെ മനസ്സിലും ആർക്കും ഇടമുണ്ടാവുകയുമില്ല എന്ന് പറഞ്ഞ് വരുൺ കലിയോടെ അവിടെ നിന്ന് നേരെ യശോദയ്ക്കരികിലേക്ക് എത്തി. അമ്മ പറഞ്ഞു വന്നത് മുഴുമിപ്പിക്കാൻ കഴിയാതെ, പൂർത്തിയാക്കാൻ കഴിയാതെ നിന്ന കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അത് സത്യസന്ധമായിട്ടാണ് അമ്മ പറഞ്ഞതെങ്കിൽ, അത് സത്യസന്ധമായിട്ടുള്ള അമ്മയുടെ തീരുമാനമായിരുന്നെങ്കിൽ ഇത് നേർവഴിക്കാക്കേണ്ടത് അമ്മയുടെ കടമയാണ് എന്ന് പറഞ്ഞ് വരുൺ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുന്നു. ആകെ തകർന്നു നിൽക്കുന്ന യശോദ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വേദനയോടെ നിന്ന് അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ മുത്തശ്ശിക്കരികിലേക്ക് എത്തി പ്രിയങ്ക മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, മുത്തശ്ശി രക്ഷിച്ചു എന്നുള്ള രീതിയിൽ മുത്തശ്ശിയാണ് എന്നെ രക്ഷിച്ചതെന്ന് പറഞ്ഞ് അങ്ങനെ പ്രിയങ്ക നിൽക്കുമ്പോൾ യശോദയെ നോക്കി മുത്തശ്ശി വിളിച്ചു, യശോദയെ, നീ നിന്റെ മകളുടെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കുകയാണോ? നീ ആ വലിഞ്ഞു കയറി വന്ന നീ എടുത്തു വളർത്തിയ മകളെ നീ രക്ഷിക്കാൻ നോക്കുകയായിരുന്നോ? അവൾക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണോ നീ നോക്കിയത് എന്ന് ചോദിച്ചതും ഉടനെ യശോദ പറഞ്ഞു, അമ്മേ, നമ്മൾ ചെയ്തതെല്ലാം തെറ്റാണ്. വരുൺ വന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി ഇല്ലാതായത് തന്നെ തെറ്റാണ്. അതുകൊണ്ട് ഇതെല്ലാം തെറ്റാണമ്മേ. ഇനി എത്രയൊക്കെ മറച്ചു പിടിക്കാൻ നോക്കിയാലും എന്തൊക്കെ പറഞ്ഞാലും ചെയ്തതൊക്കെ തെറ്റുകൾ തന്നെയാണ് എന്ന് പറഞ്ഞ് യശോദ ദേഷ്യത്തോടെ അവിടെ നിന്നിറങ്ങുന്നു. ഈ സമയം അവിടെ നിൽക്കുന്ന സുകുമാരിയെ കെട്ടിപ്പിടിച്ച് പ്രിയങ്ക പറഞ്ഞു, താങ്ക് യു മുത്തശ്ശി. മുത്തശ്ശിയാണ് ഇപ്പൊ എന്നെ രക്ഷിച്ചത്. എൻ്റെ ജീവിതം രക്ഷിച്ചത് മുത്തശ്ശിയാണ് എന്ന് പറയുമ്പോൾ ഇത് കേട്ട ഉടനെ സുകുമാരി പറഞ്ഞു, അത് പിന്നെ മുത്തശ്ശി ജീവനുള്ളിടത്തോളം കാലം എൻ്റെ മോൾക്കൊരു പ്രശ്നവും വരാൻ മുത്തശ്ശി സമ്മതിക്കില്ല എന്ന് സുകുമാരി അറിയിച്ചു. അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു, മുത്തശ്ശി, കണിമംഗലത്തേക്ക് ഞാൻ തിരിച്ചു ചെന്നാൽ എന്നെ അവിടെ കയറ്റണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേച്ചിയും വേണം. ചേച്ചി ഇല്ലെങ്കിൽ വരുൺ എന്നെ ആ വീട്ടിൽ കയറ്റില്ല. ചേച്ചിയും കൂടെ വന്നാൽ മാത്രമേ വരുൺ എന്നെ ആ വീട്ടിൽ കയറ്റൂ എന്ന് പറഞ്ഞ് അതിനെന്താ പോംവഴി എന്ന രീതിയിൽ മുത്തശ്ശിയോട് സഹായം ചോദിച്ച് പ്രിയങ്ക നിൽക്കുന്നു.